ക്രിസ്മസ് പരീക്ഷാകാലമാണ്. അപ്പോൾ ഈ പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോരുന്നു എന്ന് പറയുന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. ചർച്ചയായിരുന്നു. കാരണം കുറേ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, മറ്റുള്ളവർക്ക് ചോർന്ന ചോദ്യപേപ്പർ കിട്ടുന്നു, അതുപയോഗിച്ച് അവർ വിജയം നേടുന്നു. ഈ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗം ഇന്ന് ചേരും. മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പ്രതീക്ഷ MG പ്രതീഷാണ് തിരുവനന്തപുരത്തും വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഈ ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ച അതൊരു വിവാദമായി മാറിയിട്ടുണ്ട്. അതിൽ ചില ട്യൂഷൻ സെന്ററുകൾ, ഒപ്പം തന്നെ ചില യൂട്യൂബ് ചാനലുകൾ, ഇവരുടെയൊക്കെ പേരാണ് പ്രതിസ്ഥാനത്ത് കേൾക്കുന്നത്. നേരത്തെ തന്നെ അത്തരം ചോദ്യപേപ്പർ ചോർച്ച നടത്തിയ ചില യൂട്യൂബ് ചാനലുകൾ, MS സൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന ചാനലുകളുടെ പേരൊക്കെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉന്നതതല യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും? ഈ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷിക്കാനൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് പോലീസ് തന്നെ കടന്നിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കാണുന്നത്. കാരണം ഈ ക്രിസ്മസ് ചോദ്യപേപ്പറാണ് ചോർന്നതെങ്കിൽ കൂടിയും ഈ സാഹചര്യം തുടർന്നും സംഭവിച്ചാൽ അത് വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ഉൾപ്പെടെ പുറത്തു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ശക്തമായൊരു നടപടി വേണമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. ഇക്കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വൈകിട്ട് 5 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉന്നതതല യോഗം നടക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും വകുപ്പ് തലത്തിൽ എന്ത് നടപടി വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടി തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയും വരുന്നത്. നിലവിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യേക വിദഗ്ധ സമിതിയെ നിയോഗിക്കുമോ എന്നതാണ് പ്രധാനമായും അറിയാനുള്ളത്. കാരണം ഈ നേരത്തെ ബിനോയ് വിശ്വം അടക്കമുള്ള CPI നേതാക്കൾ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നതാണ്. കാരണം ഇത്തരത്തിൽ ഗുരുതരമായ ഈ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ അത്തരത്തിലൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന നിലപാടാണ് ഈ മുന്നണി അടക്കം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രത്യേക സമിതിയെ നിയോഗിക്കുമോ എന്നതാണ് പ്രധാനമായും ഇക്കാര്യത്തിൽ പുറത്തു വരാനുള്ളത്. മറ്റൊന്ന്, ഈ സൈബർ സെല്ലിലും ഒപ്പം സംസ്ഥാന പോലീസ് മേധാവിക്കുമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിൽ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് അല്ലെങ്കിൽ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തുക, ഇതാണ് ഈ പോലീസിന് മുന്നിലുള്ള 2 വഴികൾ. ഇതിൽ ഏത് കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നതും ഇന്നത്തെ യോഗശേഷമായിരിക്കും പുറത്തു വരുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ആരോപണ വിധേയരായ യൂട്യൂബ് ചാനലുകൾക്കൊപ്പം തന്നെ ചില അധ്യാപകരുടെ പേരുകളും വിദ്യാഭ്യാസ വകുപ്പിന്റെ പക്കലുണ്ട്. കാരണം ഈ സ്വകാര്യ ട്യൂഷൻ നടത്തുന്ന അധ്യാപകർ ചോദ്യപേപ്പർ ചോർത്തി നൽകിയെന്നുള്ള വിവരമാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പക്കലുള്ളത്. പ്രാഥമികമായ പരിശോധനയിലും അക്കാര്യം ബോധ്യപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ ആരോപണ വിധേയരായ അധ്യാപകരുടെ വിവരശേഖരണം അടക്കം വിദ്യാഭ്യാസ വകുപ്പ് ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ ശക്തമായൊരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നതാണ് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും നിലവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. വൈകിട്ട് 5 മണിക്കാണ് ഉന്നതതല യോഗം. പ്രജിൻ, ക്രിസ്റ്റീന.